അധികം ആൾക്കാരും ഷുഗർ ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാ? ശരീരം ക്ഷീണിച്ച് തുടങ്ങി, പിന്നെ ഭയങ്കര ദാഹം കൂടി എന്ന് പറഞ്ഞിട്ടാണ്. ദാറ്റ് മീൻസ് ഡയബറ്റിക്കിൻ്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് വെയിറ്റ് ഉള്ളത് കൊണ്ട് ഡയബറ്റിക് വരുന്നു, ഡയബറ്റിക്കിൻ്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് വെയിറ്റ് ലോസ് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, വൺസ് വെയിറ്റ് ഉള്ള സമയത്ത് നമുക്ക് ഡയബറ്റിക് വന്നാൽ ശരിക്കും നമുക്കത് മാനേജ് ചെയ്യാം, പക്ക നല്ലപോലെ അടിപൊളിയായിട്ട് മാനേജ് ചെയ്ത് റിവേഴ്സ് ചെയ്യാൻ പറ്റും. പക്ഷേ വെയിറ്റ് ലോസ് വന്ന ഒരാളുടെ ഡയബറ്റിക് കുറച്ചും കൂടി ഡീപ്പ് റൂട്ടഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ റിവേഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ അവരോട് പറയും, നമ്മൾ ഒരിക്കലും 3 months കൊണ്ടോ അല്ലെങ്കിൽ 5 months കൊണ്ടോ ഞാൻ കംപ്ലീറ്റ് നിങ്ങളെ ഡയബറ്റിക് റിവേഴ്സ് ചെയ്തരാമെന്ന് പറയാറില്ല. കാരണം ആളുടെ വെയിറ്റ് കുറഞ്ഞു കിടക്കുകയാണ്. സോ നമ്മൾ വെയിറ്റ് ലോസും കൂടി അതിൽ വരും ഡയബറ്റിക്. കാരണം അവിടെ ഒരു നമ്മൾ കാർബൊക്കെ കട്ട് ചെയ്ത് തുടങ്ങുമല്ലോ. ആള് നോർമലി എന്താവും, താഴേക്ക് പോകും, പിന്നെയും മെലിയും. പക്ഷെ ആ മെലിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അയാളെ തടിച്ച് ഒരു വണ്ണം വെപ്പിച്ച് ഒരു BMI നോർമലിലേക്ക് കൊണ്ടു കൊടുക്കണം, എന്നാലേ ആൾ ഹെൽത്തി ആവുള്ളൂ. മറ്റത് ലോ BMI ആയിട്ട് ഡയബറ്റിക് റിവേഴ്സ് ചെയ്തിട്ട് എന്ത് കാര്യമാണ്? ഒരു കാര്യമില്ല.